സഹോദരരെ, കലാസ്നേഹികളെ, നിങ്ങൾക്ക് ഏവർക്കും സലേ തിയേറ്റേഴ്സിന്റെ ഓണാശംസകൾ. സലേ തിയേറ്റേഴ്സിന്റെ ബാനറിൽ ജെറോം ഫാമിലി നിർമ്മിച്ച് ജെറി ജെറോം സംവിധാനം ചെയ്യുന്ന മൂന്നാമത് നാടകം ഡാഡീസ് ടീ ഷോപ്പ്. നിങ്ങളുടെ ഈ ആഘോഷത്തിന് മാറ്റൊലി കൂട്ടുവാൻ ചിരിയുടെ മാനപ്പടക്കവുമായി ഇതാ നിങ്ങളുടെ മുന്നിൽ വീണ്ടും സലേ തിയേറ്റേഴ്സ്. വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അണിനിരത്തുന്നത്. ഈ കഥയിലെ സംഭാഷണവും കഥയും തികച്ചും സാങ്കല്പികം മാത്രം. ഈ കഥാപാത്രവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. സംവിധാനം, നിർമ്മാണം, കഥ, തിരക്കഥ, സംഭാഷണം വൺ ആൻഡ് ഓൺലി ജെറി ജെറോം. അഭിനയിക്കുന്നവർ ബെന്നി കടുത്തുരുത്തി, ഷാൻ, ജെറി, ബെസ്റ്റിൻ, ലിജോ, അനിൽ, ലജീഷ്, പ്രിയ, ആഷ ജെറോ ആൻഡ് മോനച്ചൻ. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡാഡി ടീ ഷോപ്പിലേക്ക് ഇതാ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. രാവിലെ കിച്ചണിൽ കയറുക, ഈ പണികളെല്ലാം ഞാൻ തന്നെ എടുക്കണം. മുതലാളിയുണ്ട്, 2 മക്കളുണ്ട്. ഇവരൊക്കെ എവിടെ പോയേക്കുക? അപ്പോഴെങ്കിൽ വരുമോ? ഇവിടെ തോമേ, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തോമ. എടാ കുരുത്തം കെട്ടവനെ, എന്തെങ്കിലും ഒന്ന് സഹായിച്ചേച്ച് പോടാ. ഒന്നുമല്ലെങ്കിൽ എന്റെ മരുന്നെങ്കിലും ഒന്ന് എടുത്ത് താടാ. നീ പോവാണോ? നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞല്ലേ? ഇവിടുത്തെ ജോലി പിന്നെ ആരാ ചെയ്യുന്നത്? എണ്ണിപ്പിച്ചു, കുളിപ്പിച്ചു, ഇവിടെ കൊടുത്തു. ഇന്നത്തെ എന്റെ പരിപാടിയാണ്. ഇനി എന്തുവെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണം. എന്റെ പൊന്നു മോനെ, ഇവിടെ പണിയെടുക്കാൻ ഒരു മനുഷ്യല്ലടാ. ഇനിയെങ്കിലും ഒന്ന് കൂട്. നിനക്ക് പറ്റിയല്ലേ? നിന്റെ അനിയനെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇറക്കാം. എന്റെ മുതലാളി, ദേ മോൻ വന്നു, ദാ പോയി. വീണ്ടും ഞാൻ ഈ അടുക്കള ഒറ്റയ്ക്ക്. ഇതെല്ലാം ഞാൻ തന്നെ വേണം വൃത്തിയാക്കാൻ. എടാ തോമ, അതെങ്ങനെയാടാ ശരിയാകുന്നത്? നീയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ ഒരു കൊച്ചിനെ പുതിയതായിട്ട് ജോലിക്ക് കയറ്റിയിരുന്നു? എടാ കഴിഞ്ഞ ദിവസം അല്ലടാ നീ ആ കൊച്ചിന് ശമ്പളം വേണമെന്ന് പറഞ്ഞ് എന്റെ പൈസ വാങ്ങിക്കൊണ്ട് പോയത്? പെൺവച്ചോ? അവളുടെ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ. പാർട്ട് ടൈം ജോലി ആണല്ലോ ഡാഡി. അവൾ അപ്പുറത്തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. എന്തോ സ്പെഷ്യൽ ക്ലാസ് എന്തിനാ പോകാനാന്ന് പറഞ്ഞു. എന്തുവാടാ തോമ ഇത്? എല്ലാ ദിവസവും ശമ്പളം അങ്ങനെ വേണോടാ? അവളൊരു പാവം പിടിച്ച് വീട്ടിലാണ്. എന്നാലും ഉണ്ടല്ലോ, അവളുടെ ഡാഡി കാണണം. എന്തൊരു സൗന്ദര്യം എന്നറിയാമോ? അത് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തില്ല ഡാഡി. അത്ര സൗന്ദര്യമാണ് എന്റെ ഡാഡി. സൗണ്ട് ഒന്ന് കേൾക്കേണ്ടിയാണ്. സൗന്ദര്യത്തെക്കാളും കിടിലമാണ് സൗണ്ട്. നമ്മളത് സൗണ്ട് കേട്ടാണല്ലോ, ഒരു വക കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും നാളെ വിളിച്ചു, ഞാൻ തന്നെ നേരിട്ട് പൈസയും കൊടുത്തേക്കാം. തോമയെ, അവളുടെ പേരെന്തുവാടാ? അവളുടെ പേരൊന്ന് കേൾക്കണം. പ്രിൻസസ് ആണ്. എന്നാ പ്രിൻസസിനോട് വരാൻ പറഞ്ഞേ, ഞാനൊന്നും കാണട്ടടാ. എന്റെ ഡാഡി അവളെ വിളിച്ചിട്ട് എന്നെ കാണാനാണ്. ഡോക്ടർ പറഞ്ഞല്ലേ ഡാഡിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ലെന്ന്. അതിലെ കണ്ണാടി നെഞ്ചത്ത് വെച്ചിരിക്കുന്നത്. എന്തോ കേട്ടെ, കാശിയാ തന്നെ. പ്രിൻസസേ, ഡാഡി ഇന്ന് പൈസ വരും കേട്ടോ. ഞാൻ തോമയുടെ കാശ് കൊടുക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
ഈ കേട്ടത് പ്രിൻസസിന്റെ ശബ്ദമാണോടാ? അവളുടെ എങ്ങനെ ഉണ്ടോടാ? അവർക്ക് ഡാഡിയുടെ അടുത്തേക്ക് വരാൻ ഭയങ്കര നാണമാണ്. ഡാഡി ഒരു കാര്യം ചെയ്യും, ആ കാശ് നിന്നൊക്കെ ഞാൻ അവിടെയെങ്കിലും കൊടുത്തേക്കാം. ആ എന്നാ പോട്ടെ, എന്നാ കാശ്. ശബ്ദത്ര നല്ലതാണ്, കാണാനെന്നാ രസമായിരിക്കടാ. ആ എന്തേലും ആട്ടെ, നീ ആ മാവിന് ശരിയാക്കി വെക്കടാ തോർത്തായി. ഡാഡി എന്റെ മുതലാളിയെ നോക്കത്തില്ല, എന്നെ എന്തും പറഞ്ഞു. പക്ഷെ എന്റെ ഈ തോർത്തുണ്ടല്ലോ, ഇതിനെപ്പറ്റി എന്തിനും പറഞ്ഞാൽ എന്റെ ഭാവം മാറും. ഇതുണ്ടല്ലോ, ഇതാ എന്റെ എല്ലാം, എന്റെ ജീവനാണ്. ഞങ്ങൾക്കത് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്നതാണ്. കേട്ടല്ലോ ഡാഡി, ഈ തോർത്തുണ്ടല്ലോ, ഇതാ എന്റെ കൈപുണ്യത്തിന്റെ എല്ലാ രഹസ്യം. എന്നാ അടങ്ങു തോമ, നിന്നെ ഇനി തോമ എന്നെ വിളിച്ചോളാം, തോർത്തൊന്നും വിളിക്കുന്നില്ല. ഇതുവരെ ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല. നീ പോയി വാതൊക്കെ പോയി ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വാടാ. ഡാഡി, ഞാൻ വാതിൽക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ വെറുതെ ആളുകൾ ഇങ്ങോട്ട് കയറുമോ? അങ്ങനെ കയറുകാരുടെ എന്നെ കട നന്നായേനെ. ആരും വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. ഓ നല്ല നാക്കാണല്ലോ. ഹലോ, നമസ്കാരം. വരൂ വരൂ, വാ ഇങ്ങോട്ട് കയറുവാ, ഇവിടെ ഇരിക്കേ. ഞങ്ങളുടെ ടൗൺ വരെയൊക്കെ ഒന്ന് ഇറങ്ങിയത്, അപ്പൊ ഇപ്പൊ ഒന്ന് വിശപ്പായി, അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കയറാന്ന് വിചാരിച്ചു. കറക്റ്റാ കറക്റ്റാ, വിശക്കൊന്നും കയറുന്ന സ്ഥലമാണല്ലോ ഇവിടെ. നല്ല സെറ്റപ്പ് ആയല്ലേ മമ്മി? ഇവിടെ അധികം ആരും കയറാറില്ലേ, തിരക്കൊന്നും കാണുന്നില്ലല്ലോ. ഓ, ഇവിടെ എപ്പോഴും തിരക്കാ, കൂടുതലും തേക്കുകാരാ. ഈ ചായക്കട ഭയങ്കര ഒരു വെറൈറ്റി ആണല്ലോ. അതെന്താ അങ്ങനെ തോന്നിയത്? അല്ല, സാധാരണ എല്ലായിടത്തും മുതലാളി റെസ്റ്റ് എടുക്കുന്നു, ജോലിക്കാര് ജോലി ചെയ്യുന്നു. ബട്ട് ഇവിടെ മുതലാളി ജോലി ചെയ്യുന്നു, ജോലിക്കാര് റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ആയിരിക്കുന്ന ഡാഡിയാണ് ഇവിടുത്തെ മുതലാളി. ഇവിടെ വരുന്നവരും ഞങ്ങളും നാട്ടുകാരും എല്ലാരും ഡാഡി എന്നാണ് വിളിക്കുന്നത്. ഡാഡി, നമുക്ക് 2 കസ്റ്റമേഴ്സ് ഉണ്ട്. ഹലോ ഡാഡി. ഹലോ ഡാഡി, ഞാൻ മമ്മി. ഡാഡി ഡാഡി, ഇതാ മമ്മിയല്ല, ഇത് വേറെ മമ്മി. ഇത് നമ്മുടെ കസ്റ്റമറാ. ആ അതൊക്കെ ഒരു കാലം. നിങ്ങൾ എന്തെങ്കിലും വേറെ ദിവസം വാങ്ങി കഴിക്കേ. അപ്പൊ ഇവിടുത്തെ പണിയെല്ലാം ചേച്ചിയായിട്ട് മാത്രമേ ഉള്ളൂ? എന്റെ മോളെ, ഞാനാ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നത്. ഞാൻ ഇവിടുത്തെ ഓളാനോളാ. ഓ, ഇവിടെ ഡാഡിക്ക് 2 മക്കളുണ്ട്. അവർ വല്ലപ്പോഴേ വരാത്തുള്ളൂ. പക്ഷെ ഒത്തിരി നിർബന്ധിക്കണം. വന്നാലായി, വന്നില്ലെങ്കിലായി. ഡാഡിക്ക് 2 പിള്ളേരേ ഉള്ളൂ, എല്ലാരും ഇവിടെയാണോ ജോലി? അത് വലിയൊരു കഥയാ മമ്മി. ഡാഡിക്ക് 3 ആൺമക്കളാ. ഏറ്റവും ഇളയ മകൻ, അവന്റെ കാര്യം ഒന്നും പറയണ്ട, ഒരു പണിയും ചെയ്യാതിരിക്കില്ല. ഇതിന്റെ ആശ്വാസമുള്ള അവന്റെ മൂത്തവനാണ്. അവൻ ഇതിനേക്കാൾ സൂപ്പറാ. അവന് ഒരു പണി ചെയ്യാതിരിക്കില്ല. ഓ, അത് ഭയങ്കര കഷ്ടമാണല്ലോ. ഡാഡിക്ക് ഒരു മൂത്ത മകനുണ്ട്, എന്നോ നാട് വിട്ടുപോയി. ആ മോനാണ് ഡാഡിയുടെ പേര്. ഇപ്പൊ ഇവിടെയുള്ള 2 പിള്ളേരെ വലിയായിരുന്നു. അല്ല, പുള്ളി എങ്ങോട്ടാ പോയെ? ആർക്കും അറിയില്ല. ചിലർ പറയുന്നു വിദേശത്താണ്, ചിലർ പറയുന്നു ദുബായിൽ സ്വന്തം എണ്ണ കമ്പനിയാണ്, ചിലർ പറയുന്നു അമേരിക്കൻ ഹോട്ടൽ ബിസിനസ്സിലാണ്. എന്തായാലും മകൻ തിരിച്ചു വരുമെന്നാണ് ഡാഡിയുടെ പ്രതീക്ഷ. എന്നിട്ട് ഇവിടുത്തെ പിള്ളേരെ ഒന്നും കാണുന്നില്ലല്ലോ. ഡാഡി പിള്ളേരോട് വരാൻ പറ, എനിക്കിതിനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എടാ മക്കളെ, ഒന്ന് കേറി വേണം, പണിയാണെ ഒത്തിരി ഉണ്ട്. ഒന്ന് വാ മോനെ. എടാ കേറി വേണം ഇങ്ങോട്ട്. വരുക, ഇവിടെ ആകാശം ഇടിഞ്ഞ് വീടുന്നൊന്നുമില്ലല്ലോ. അല്ല, ഡാഡി എന്നെ വിളിച്ചാൽ എടാ പോയി ഹെൽപ്പ് ചെയ്യടാ. താൻ എന്തൊരു മനുഷ്യനാണ്, കൂട്ടസൂട്ടനോട് നിന്നോളൂ. താൻ എന്നെ നോക്കി, അതിനെന്താ പ്രശ്നം? ഇവിടെ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ കസ്റ്റമേഴ്സ് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കോലത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്നെ വിചാരിക്കും. ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ വിഷമിക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ. വിഷമമോ? ആർക്ക്? എന്തിന് വിഷമിക്കണം? കുട്ടി ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഐ ലൈക്ക് ഇറ്റ്. ഹലോ മമ്മി, ഹലോ കുട്ടി, വെൽക്കം ടു ഡാഡീസ് ടീ ഷോപ്പ്. അതെ, നിങ്ങളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ കഴിക്കാനുള്ളത്?
ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളി ഭക്ഷണം തോമച്ചൻ, നല്ല ഷെഫാണല്ലോ. അല്ല, അത് കൈപ്പുണ്യം അത് തന്നെ. അത് കൈപ്പുണ്യൊന്നുമല്ല, ഈ കഴുത്തെ കിടക്കുന്ന തോർത്ത് കാരണം. തോമാച്ചേന്റെ അപ്പനപ്പന്മാരായിട്ട് കൈമാറുന്ന തോർത്തല്ലേ, കൈപ്പുണ്യം ഉണ്ടായിരിക്കും. എടാ മോനെ, എന്നെ വാരുന്നത് കേട്ടോ. ഡാനു തോമാച്ചായോ മുതലാളി, എന്റെ തോർത്തിനെ കുറിച്ചൊന്നും പറയരുത്. എന്നെ കൊണ്ട് തലയെ കെട്ടിപ്പിക്കരുത്. നിങ്ങൾ വഴക്കൊന്ന് നിർത്തിയിട്ട് ഒരു ഓംലെറ്റ് തരാമോ? ഈ പെപ്പറൊക്കെ ഇട്ട് അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ആ പ്ലേറ്റും എടുത്തു കഴിക്കൂ. പ്ലേറ്റ് ഒക്കെ എടുക്കാം, പക്ഷെ കടുകാണ് എന്നെ കൊണ്ട് വരുന്നത്. എന്നാൽ പിന്നെ ഓംലേറ്റ് ഉണ്ടാക്ക്. അത് നീ അറിയാൻ പറ്റാത്തോണ്ടാണല്ലോ താനോട് ഷെഫായിട്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഹെൽപ്പ് വേണം. ഇവന്റെ അനിയനെ കൂടി വിളിക്കേ. വേണ്ട അവനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനൊന്നും അറിയത്തില്ലല്ലോ. അതാരാ പുതിയ കക്ഷി? പറയാനാണ് ഞാൻ മാത്രമേ ഉള്ളൂ. ഡാഡിയുണ്ട്, ഡാഡിയുടെ 2 മക്കളുമുണ്ട്. എല്ലാം കണക്കാണ്. കണക്കാണല്ലോ, അതാ പറഞ്ഞ അവനെ വിളിക്കണ്ട. അതേ കുട്ടി, ഞാനുണ്ടെങ്കിൽ പിന്നെ അവന്റെ ആവശ്യം ഇവിടെയുള്ളൂ. വിളിക്ക് ഡാഡി. എനിക്കിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. കസ്റ്റമറാണ് പ്രധാനം. വേണ്ടവരുണ്ട്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഹാൻഡിൽ ചെയ്തു. ഞാൻ എന്തായാലും ഇവിടെ ഇല്ലേ, സെമി ഓഫീസ്. എവിടെയുണ്ടെന്ന് നീ വേഗം വാ ഇങ്ങോട്ട്. എല്ലാം ശരിയാക്കാം. ഇനി പേടിച്ചു. ആർക്ക് പേടി? എന്തിനു പേടി? വെൽക്കം ടു ഡാഡീസ് ടീ ഷോ. വന്ന് പാത്രം കഴുകുക. ആര്? ഞാനോ? നെവർ മൈൻഡ്. ബെസ്റ്റ്. എന്നാ പിന്നെ ഫുഡ് ഉണ്ടാക്കുക, ഹെൽപ്പ് ചെയ്യണം മോനെ. ഫുഡ് ഉണ്ടാക്കാനോ? അതൊന്നും എനിക്കറിയത്തില്ല. നെവർ മൈൻഡ്. ആ ബെസ്റ്റ്. ഇപ്പം കണ്ടല്ലോ, ഇതാ ഇവിടുത്തെ അവസ്ഥ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഇവിടെ എങ്ങും നിൽക്കേണ്ട ആളല്ല. എടാ, നീ പല്ല് പോലും തേക്കാതെ ലുങ്കി എടുത്ത് അപ്പുറത്ത് നിന്നതല്ലേ. നീ ഇത്ര പെട്ടെന്ന് എങ്ങനെ എത്ര സെറ്റപ്പിൽ എടുത്തിയത്? അല്ല, ചേട്ടൻ നിങ്ങൾ ഇവിടെ വന്നേ അതേ കാണുന്നുണ്ട് ഞാൻ വന്നത് കേട്ടോ. കുട്ടി ഹാപ്പി അല്ലേ? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് ഇത് മാത്രമല്ല, ചിക്കന്റെ കുറെ ഡിഷസ് ഉണ്ട് ഇവിടെ. വെറൈറ്റി ഉണ്ടോ? പിന്നെ വെറൈറ്റി അല്ലേ ഉള്ളൂ. നിർത്തി പൊരിച്ച ചിക്കൻ, ഉദാ ഹവാ ചിക്കൻ, അൽ കുളിർ ചിക്കൻ. രണ്ടിലും ഇച്ചിരി കുളിർ കൂടുതല. മതി. ഇവിടെ കോഴിയൊന്നും ഇല്ല കറി വെക്കാൻ. എന്തിനാ ആൾക്കാരെ കോഴിയെ വാങ്ങിക്കുന്നേ? ഇവിടെ 2 കോഴികളുണ്ട്. കുട്ടി എന്ത് ചെയ്യുന്നു? ദോശ തിന്നുന്നു. എടാ, നീ ഇവിടെ മാറിയിരുന്നു. നിനക്ക് ഇതെങ്ങനെ ഡീൽ ചെയ്യേണ്ടത് അറിയില്ല. കുട്ടി കോളേജിൽ പഠിക്കുകയാണോ അതോ ജോലിയാണോ? എന്തിനാ? കല്യാണം കഴിക്കാനാണോ? അതന്നെ അത്ര മോശം കാര്യമാണ്. മനുഷ്യന്മാരാണ് കള്ളം കഴിക്കല്ലേ. ഇവിടെ ഇപ്പം മമ്മിയുണ്ട്, മോളും ഉണ്ട്. ഇനിയിപ്പോ ആരോടാ ആലോചിക്കണ്ടേ? മമ്മി മാത്രമല്ല, എനിക്കൊരു ചേട്ടൻ കൂടെ ഉണ്ട്. എന്റെ അണ്ണൻ സമ്മതിക്കണം. അല്ല, ഈ പറഞ്ഞ അണ്ണൻ എന്ത് ചെയ്യും? ഇപ്പം വരും. പക്ഷെ അണ്ണനെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ചാൻസ് വേണം. ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാഡീസ് ടീ ഷോപ്പിന് ഓണേഴ്സ് ആയ, ഇത്ര റിച്ച് ആയ, സൗന്ദര്യമുള്ള ഞങ്ങളെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ രാജകുടുംബമാണ്. മിനിമം ആ ലുക്കെങ്കിലും വേണം. അല്ലല്ല, എന്നിട്ട് എന്താ കുഴപ്പം? ആവശ്യത്തിന് ലുക്കൊക്കെ ഉണ്ട്. അണ്ണന്റെ ലുക്കൊന്നും നിങ്ങൾക്കില്ല. 6 അടി പൊക്കം വേണം. ബോംബെയിലെ വലിയ ദാതയാണ് എൻ്റെ അണ്ണൻ. പിന്നെ 6 അടി, 6 അടി. അതും ദാദ. ദാദ. അതിന്റെ പുറത്ത് ക്ഷത്രിയും, ക്ഷത്രി. അതും ബോംബെയാണ്. തല വേറെ ആരെയും എവിടെ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവും. എന്നാ പിന്നെ അങ്ങനത്തെ ആണെന്ന് കണ്ടിട്ടുള്ളൂ. ഒന്ന് വിളിച്ചേ, അവനെ ഒന്ന് വിളിച്ചേ കാണട്ടെ. അണ്ണാ!
കാത്തു നിൽക്കാനില്ല. വേണ്ട വേണ്ട, തമാശയൊക്കെ ഇഷ്ടപ്പെട്ടു, അതവിടെ ഇരിക്കട്ടെ. ഇത് കുറച്ച് സീരിയസ് ടോപ്പിക്. എവിടെ എന്നെ വെല്ലുവിളിച്ചത്? ഇത് കണ്ണു കൊടുത്തു. പൊട്ടനായ രാധയാണ് വിളിക്കുന്നത്. ചങ്കൂറ്റോട് മുഖത്തൊക്കെ സംസാരിക്കും. വേണ്ട വേണ്ട, ക്ഷത്രിയോട് തന്നെ വേണ്ട. ഓ, വാളെടുക്കാൻ വിട്ടുപോയി. സ്ഥിരം കൊണ്ടുവരുന്നത്. മമ്മി, ആ ഉറുമിയുണ്ടോ ബാഗില്? ഉറുമിയില്ല മോനെ, നേരത്തെ മതിയോ? അണ്ണ എന്നാ ടോക്ക് എടുക്കാം. സ്റ്റക്കായി തോന്നുന്നു. ശ്രദ്ധിക്കണ്ടേ അണ്ണ? ശ്രദ്ധിക്കാമോ? കാവിലമ്മേ, കളരി പരമ്പര ദൈവങ്ങളെ. മമ്മി മമ്മി, ബസ്സിന് കയറിയെന്ന് തോന്നുന്നേ. ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ. മോനെ മോനെ, എന്നാ വേഗം വാ. കഷായം വേണോ അരിഷ്ടം വേണോ? രണ്ടു കൂടി കലക്കി എടുത്ത മോനെ. അയ്യോ പോവാണേ, ചേട്ടന് വയ്യ. ബില്ല് എത്രയായി? ജസ്റ്റ് 100 രൂപ. ഡാഡി വേണ്ട, ഞാൻ നോക്കിക്കോളാം. അതിന് പൈസ ഇവിടെ ആരാ ചോദിച്ചേ? വേണ്ടേ? അല്ല, വേണേ കുറച്ചുകൂടെ പാർസൽ തരാം. മറ്റേ ഫുഡിന്റെ റെസിപ്പി എന്തരാമോ? മൊബൈൽ നമ്പറും കൂടെ എഴുതിയത്, എനിക്ക് വിളിച്ച് ഓർഡർ തരാമോ? ഇത് ഞങ്ങളിവിടെ നിന്നുണ്ടായിരുന്നു. എടാ തോമേ, ഒരു ദിവസം പോയേടാ. അവിടെ തിരിച്ചു വിളിച്ചോടാ. ഇത്തിരി പൈസ കൂടെ കൊടുത്തേക്കായിരുന്നു. ഈ കിളവന് എന്തിന്റെ അസുഖമാണ്? ഇനി ഇയാൾക്കൊരു പണി കൊടുത്തിട്ട് പോകും. കാര്യം പ്രിൻസിപ്പൽ വരുന്നുണ്ട് കാശ് മേടിക്കാൻ. ഡാഡി, ഇവിടെ എന്ത് നടക്കുന്നത്? ഏതാ പെൺകൊച്ച്? ഇവിടുന്ന് സിനിമാറ്റിക് ഡാൻസിന്റെ ക്ലാസ് നടക്കുന്നുണ്ടോ? ഇവിടുന്ന് ഭരതനാട്യമോ കുച്ചിപ്പുടിയോ? എന്ത് ഇത്? ചേട്ടാ ഇതൊന്നും കേട്ടോ, ഗ്ലോബൽ വായ്പ. എന്റെ ഡാഡി, ഇനി ഹേമ കമ്മീഷന്റെ അന്വേഷണം ഇങ്ങോട്ടെല്ലാം നീളൂ. എന്താണ് ഈ ഹേമ കമ്മീഷൻ? ഞാൻ പോയി കിടക്കാൻ പോകും. ഭയങ്കര ക്ഷീണമാണ്. താനും വന്നേ. ഇതിന്റെ ഫാൻസി ഡ്രസ്സോ? എത്ര രൂപ അടിച്ചു മാറ്റി? ഇല്ല, കുറച്ച് മാത്രം. താൻ വെറുതെ ഈ അന്തോച്ചിന്റെ പരിപാടിയൊന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. തനിക്കറിയാവോ, ഈ സ്ഥലവും ഈ ഹോട്ടലോട് വിറ്റ് കഴിഞ്ഞാൽ എത്ര കോടി രൂപ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം? നമുക്കിതൊക്കെ വിറ്റിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. നമുക്കിതൊക്കെ വിറ്റിട്ട് പുറത്തുവിടേലും പോയി സെറ്റിൽ ചെയ്യാം. ഇവനെന്ത് വിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇത് എത്ര നാളായിട്ട് നടത്തുന്ന ഹോട്ടലാണ്, അത് നടക്കുമോ? എന്റെ പൊന്ന് തോമാച്ച 30 CR, 30 കോടി, മനസ്സിലായില്ലേ? 30 കോടി വരെ പറഞ്ഞില്ല. ഇന്ന് കുറച്ച് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. നമ്മൾ അവരെ അങ്ങോട്ട് കുപ്പിയിലാക്കുന്നു, ഈ സാധനം വിൽക്കുന്നു, അത് നേരെ ദുബായിക്ക് ഹോട്ടൽ മേടിക്കുന്നു. തോമാച്ചനും ഡാഡി കൊണ്ട് ചേർന്നുണ്ട്. നിങ്ങളുടെ തകർത്ത് കാശ് വരുന്നു. ഓക്കെ, നിങ്ങളിത് വിൽക്കിട്ട് പൈസ അടിച്ചിട്ട് പോകാൻ വേണ്ടിയല്ലേ? അതിനെന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. തോമസ് എന്നതായി പറയാൻ നിങ്ങൾ അവരെടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കണം. അതേപോലെ എനിക്ക് അവിടെ പിന്നല്ലാതെ തോമാച്ചാൻ്റെ നമ്മൾ പോവോ? തോമാച്ചായന്റെ ആ ഒരു ചിരി, തോമാച്ചാന്റെ കൈപ്പുണ്ടി, നിങ്ങളെല്ലാവരും കൂടെ എന്തെങ്കിലും നടക്കും. നിങ്ങളുടെ ഈ ഒരു തോത്തും നിങ്ങളുടെ ഈ ഒരു ടൈം, ഈ സാധനം നമുക്ക് അവിടെ വേണം. എന്നാലും എന്റെ മക്കൾ
നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? ഞാനും എന്തോരം കഷ്ടപ്പെട്ട് കെട്ടിപ്പൊടുത്തത്. നിങ്ങൾക്ക് പുറത്തോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അപ്പൻ അങ്ങനെയൊക്കെ പറയാം, പക്ഷെ നമ്മൾ അവിടെ പോയി സെറ്റിൽ ചെയ്യുമ്പോൾ അപ്പന്റെ മനസ്സൊക്കെ മാറും. ഈ വാങ്ങിക്കാൻ വരുന്നവർ ഇന്നെങ്കിലും വരുമോ? തോമച്ചാൻ കറക്റ്റ് സമയത്ത് ചോദിച്ചേട്ടോ, അവര് വരാതെ. അവര് വന്ന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു മെസ്സേജ് അയച്ചാണ്. എന്തായാലും ഇത്രയുമായി. നമുക്കിത് വിറ്റുകളഞ്ഞേക്കാം. ഒരു 30 കോടി അല്ലെങ്കിൽ 50 കോടിയെങ്കിലും നമുക്ക് ഇട്ടിരിക്കണം. നമ്മളെ പറ്റി ഉള്ളതും ഇല്ലാത്തതും മെല്ലെ അടിച്ചു കൊടുത്തുവിടെ. എല്ലാവരും ഡീസൻ്റായി എന്നാ അവര് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് എന്താ Boss, all clear. Please come. ഇതിനാണ് ഡാഡി. ഇവിടെ കണ്ടിട്ട് ഡാഡി നിൽക്കുന്നില്ല. ഡാഡിയുടെ മോനെ എല്ലാ ഡോക്യുമെന്റ്സിലും ഞാൻ സൈൻ ചെയ്താൽ മതി. നിങ്ങളാരും ഈ സ്ഥലവും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടു നോക്കും. 30 CR ഈ ഹോട്ടലിൽ really doesn't make any sense to me. സെൻസ്, സെൻസിബിലിറ്റി, സെൻസിറ്റിവിറ്റി, ഇതിലേതിനാണ് സാർ ഉദ്ദേശിച്ചത്? Actually, I have a doubt. 30 കോടിക്ക് ഈ മുതലൂടെയുണ്ട്. ഈ മുതലിന് എന്താ കുഴപ്പം? ഞാൻ കാര്യം പറഞ്ഞേക്കാം. എന്നെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്റെ ഈ തോർത്തുണ്ടല്ലോ, തലയെ കെട്ടിപ്പിക്കരുത്. നിങ്ങൾ ഹോട്ടൽ മേടിക്കാൻ വന്നെങ്കിൽ അത് വാങ്ങിച്ചിട്ട് പോവാ. അത് കൂടെ നിങ്ങൾക്കൊന്നും സംസാരിക്കണ്ട. കേട്ടില്ല പറഞ്ഞ്? എന്റെ തോമാച്ചിച്ചിരി മാറി നിന്നിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് വിൽക്കാൻ നോക്കുമല്ലേ, ഇന്നിടയിൽ ഇങ്ങനത്തെ മറുപടി പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ഈ സെറ്റപ്പൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മുതലാളിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മനസ്സെനിക്കറിയാം. ഇത് മുതലാളിയാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ താൻ ആരാ? താൻ ഇവരുടെ മനസാക്ഷി സൂക്ഷിക്കുകയാണ്. അല്ല, ഇതൊക്കെ പറയും താനാരാണ്? എടോ, താൻ ആരാന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണ്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. പറഞ്ഞു താനാരോ തന്നാരോ പാടല്ലേ കേട്ടോ. ഇനി ഞാൻ പറയാം താനാരാണെന്ന്. സോറി, ആരാണെന്ന്. ഞാൻ ആരാണെന്ന്. ഞാൻ ഈ കാണുന്ന പ്രോപ്പർട്ടി ഒക്കെ വാങ്ങാൻ പോകുന്ന മുതലാളിയുടെ ബോഡി ഗാർഡ്. നമുക്കൊന്ന് ഉറപ്പിച്ചാലോ? ആ മുദ്ര പത്രം ഇതുണ്ടോ? ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ വരികയാണ്. ഞാൻ ഇപ്പൊ എടുത്തോളാം. ഒന്ന് വെരിഫൈ ചെയ്ത് എല്ലാം കൂട്ടാണെങ്കിൽ ഇപ്പം തന്നെ കാശ് കൊടുക്കാം. ബോസ്, എല്ലാം ഡബിൾ ആക്കാണ് ബോസ്. സോ വി ആർ ഗുഡ്. യു കാൻ ട്രാൻസ്ഫർ ദ മണി. യു ഹാവ് എ മെസ്സേജ് നൗ. എനിക്ക് ആരും പറയാൻ 10 രൂപ വന്നുള്ളൂ. എടാ, നിനക്കെന്തിനു വന്നു? എടാ, എനിക്ക് അത്ര വന്നുള്ളൂ. പിന്നെ ആർക്കല്ലേ തോമച്ച വന്നോ? al maha mushkil maafi mushkil ala malum mahi malum al harami maafi mushkil ala tartib എത്ര 10 രൂപയോ? നിങ്ങൾക്ക് തോന്നാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്റെ തോട്ടമല്ലോ ഒരു പ്രാവശ്യം കൂടി ഞാൻ തലേ കെട്ടിയാണല്ലോ. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. എന്റെ കളിച്ചാണെന്നാണല്ലോ ഞാൻ കളി കാണിച്ചു തരും. മനസ്സിലായോ? Cool guys, cool. Just relax, okay? നിങ്ങളുടെ ആവേശം എനിക്ക് മനസ്സിലായി. എനിക്ക് 10 രൂപ കിട്ടിയുള്ളൂ. എനിക്ക് ഇത് കൂടുതൽ അയക്കണമെങ്കിൽ ഒരാളുടെ പെർമിഷൻ വേണം. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ ഗോഡ് ഫാദർ. നിങ്ങളല്ലേ ഇത് വാങ്ങിക്കാൻ വരുന്നത് എന്നോട് പറഞ്ഞത്. ഇനി നിങ്ങൾക്കും ഒരു ബോസും. ഞങ്ങളൊക്കെ വെറും ബിനാമി. ഞങ്ങളുടെ ഗോഡ് ഫാദർ വരാനിരിക്കുന്നേ ഉള്ളൂ. ആരെങ്കിലും ആട്ടെ, ഒന്ന് വിളിക്കൂ. All clear, boss. തോമ, നിനക്ക് എന്നെ മനസ്സിലായില്ലടാ? എനിക്ക് ഒട്ടുകൊണ്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഡാഡിയുടെ നാട് വിട്ടു പോയ മകൻ കുരിയച്ചന് ഓർമ്മയുണ്ടോ? ഓ, കുരിയച്ചൻ, കടുവ കുരിയച്ചൻ. ഇവിടെ മക്കളെ, വില്ലേജാണ് നാട് വിട്ടുപോയ ഞങ്ങളുടെ വില്ലേജ്. ചേട്ടാ, നമ്മുടെ വില്ലേജ്
ഇന്ന വാടാ മക്കളെ. എന്തിയാ നമ്മുടെ ഡാഡി? വലിയേട്ടൻ വന്നെന്ന് പറ. വലിയേട്ടാ ദേ നമ്മുടെ ഡാഡി വരുന്നുണ്ട്. ഡാഡിക്ക് എന്നെ മനസ്സിലായോ? ഇതെന്റെ വിളിച്ചിരുന്നു. നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും അത്ര ഉണ്ടായിട്ടില്ല. ഇനി എനിക്കൊന്നും പഠിക്കാനില്ല. ഡാഡി, ഈ മകൻ വന്നത് വെറും കൈയോടെയല്ല, ബിസിനസ് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച കടുവ കുരിശിനായിട്ടാണ്. ഡാഡി, നമ്മുടെ ഈ പിള്ളേരെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അവരോടൊന്ന് ക്ഷമിച്ചാലോ? ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് വീട്ടാൻ നോക്കിയതല്ലേ. നമ്മുടെ പിള്ളേരല്ലേ, നീ വേണം അവരെ നയിക്കാൻ, നേർവഴിയിലൂടെ നടത്താൻ. നിങ്ങൾ എങ്ങോട്ടും പോകണ്ട പൈസ ഉണ്ടാക്കാൻ. ഇതൊക്കെയും വേണ്ട, നമുക്കിതൊരു കൊട്ടാരമായി മാറ്റാം. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഈ വലിയേട്ടന് ഈ 30 കോടിയും 50 കോടിയും ഒക്കെ വെറും പീനട്സ്. എന്റെ മക്കളെ എല്ലാരും അടുത്ത് വേണം. നിങ്ങളെല്ലാരും ഒന്നിച്ചു അല്ലേ? ഞാൻ ഒറ്റയ്ക്കായി വീണ്ടും. നീ ഒറ്റയ്ക്കാണ്? ആരാ പറഞ്ഞേ? നിനക്കൊരു തോർത്തുകൊണ്ട് ഈ ഫുൾ കിച്ചണുണ്ട്. ആ കൈപ്പിടി കൊണ്ടുണ്ടല്ലോ ഒരു നല്ലൊരു ഓംലെറ്റ്, ഒരു ചായ മേടിച്ചുണ്ട്. ഞാൻ പോവുക. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എന്റെ എല്ലാം മൂടില്ല. ഇവിടെ തോന്നണം, നീ എങ്ങോട്ടാ പോകുന്നത്? നിന്നെ എങ്ങും വരുന്നില്ല. നിന്നെ ഞങ്ങൾക്ക് വേണം. നിന്റെ പോയ മൂട് തിരിച്ചു കൊണ്ടുവന്നാ പോരെ. ഏത് മൂട്? ഹാപ്പി 2025 ഓണമോ. Come on,